കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അബുസാറ്, അദ്ദേഹത്തിന്റെ കുടുംബം, ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുക. ഈ സെമസ്റ്ററിൽ നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു. അധ്യാപകരെല്ലാം തന്നെ വളരെ ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു ക്ലാസ് മിസ്സായാൽ അടുത്ത ദിവസം ആ ക്ലാസ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അവർ തയ്യാറാകുന്നു. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. കർത്താവ് അനുഭവിച്ചാൽ നമ്മുടെ MD കോഴ്സ് നമ്മൾ അർദ്ധവാർഷിക ആരംഭത്തിൽ തുടങ്ങാനാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ഓർക്കണം. ഇന്നത്തെ നിലയിൽ അനേകരെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് കൺട്രീസിൽ അങ്ങനെയുള്ള പലരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. വെളിപ്പാട് 17-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അതിൻ്റെ ഒരു പാതിയോളം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ വെളിപ്പാട് 17 കംപ്ലീറ്റ് പഠിച്ച് തീർക്കുകയാണ്. എന്താണ് വെളിപ്പാട് 17-ലെ പ്രധാന വിഷയം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്ത്രീ, പെരുവെള്ളത്തിൽ മീതെയിരിക്കുന്ന സ്ത്രീ. രണ്ട്, ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യവും എതിർ ക്രിസ്തുവും. ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പാട് 17-ൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലാദ്യത്തെ കാര്യമാണ് പ്രധാനമായും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഈ സ്ത്രീ? ഈ സ്ത്രീ ഒരു പട്ടണമാണ്. സ്ത്രീ എന്ന് വിളിക്കുന്ന ഒരു പട്ടണത്തെയാണ്. അത് ഒരിക്കലും മറ്റൊന്നിനെയല്ല. പക്ഷെ ആ പട്ടണം ഒരു സമൂഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. അക്ഷരികമായി ഇതൊരു നഗരമാണ്, ആത്മീകമായി ഇതൊരു മഹാസമൂഹമാണ്. കാരണം ആ സ്ത്രീയാണ് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, 17-ന്റെ 2-ഉം 17-ന്റെ 15 രണ്ട് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ സ്ത്രീ എവിടാണ് ഇരിക്കുന്നത്? പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി. അപ്പൊ ഈ സ്ത്രീ ഇരിക്കുന്ന ഒന്നാം സ്ഥലം, 3 സ്ഥലങ്ങളിൽ ഈ സ്ത്രീ ഇരിക്കുന്നത്. ഒന്ന്, വെള്ളത്തിന്മീതെയാണ് ഈ സ്ത്രീ. എന്താണ് ഈ വെള്ളം? 17-ന്റെ 15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടത് വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും വിചാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വെള്ളം എന്ന് പറഞ്ഞത് ആത്മകമാണ്, അത് അക്ഷരീക വെള്ളമല്ല. എന്താണത്? വംശങ്ങൾ, പുരുഷാരം, ഭാഷകൾ, രാജ്യങ്ങൾ, ഒരു വലിയ വിശാലമായ ജനസമൂഹമാണ്. സഭ ഒരു പ്രത്യേകത, സഭകളും ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. ഓർത്തഡോക്സ് സഭ, അവർക്ക് ചില സ്റ്റേഷൻസ് ഉണ്ട്. മാർത്തോമാ സഭ, നമ്മൾ ഏത് സഭ എടുത്തോ അതെല്ലാം പ്രത്യേക സ്ഥലങ്ങളിലേ ഉള്ളൂ. എന്നാൽ ലോകമെമ്പാടുമുള്ള പുരുഷാരം, ഭാഷകൾ, വംശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു മഹാസമൂഹം എന്ന് പറയുന്നത്, അതിനെ സാർവത്രികം
എന്നാണ് മലയാളത്തിൽ. അതിൻ്റെ മറ്റൊരു പദമാണ് കാത്തലിക് എന്നുള്ളത്. കാത്തലിക്, റോമൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ വായിച്ച 17-15 ചേരൂ. കാരണം ലോകമെങ്ങുമുള്ള മനുഷ്യർക്കിടയിൽ വേരുകളുള്ള ഒരേ ഒരു സഭ റോമൻ കത്തോലിക്ക സഭയാണ്. വേറെ സഭക്കതില്ല. അതുകൊണ്ടാണ് ഇതിനെ കാത്തലിക് ചർച്ച് എന്ന് വിളിക്കുന്നത്. കാത്തലിക് എന്ന് പറഞ്ഞാൽ സാർവത്രികം, എവിടെ ചെന്നാലും ഉണ്ട്. അതിനാണ് കാത്തലിക് എന്ന് പറയുന്നത്. അപ്പൊ ആ സമൂഹത്തിനെ സൂചിപ്പിക്കുന്നു ഈ കാര്യം. അതാണ് കാത്തലിക് എന്ന വാക്കിന്റെ അർത്ഥം. ആ സഭയിൽ നല്ലവരുണ്ട്, ആ സഭ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ സഭയിൽ ചിലപ്പോൾ പോകുന്നവരാണെങ്കിലും വേദപുസ്തകം പിന്തുടരുന്ന ആളുകൾ അതിനകത്തുണ്ട്. സഭയുടെ പൊതുവീക്ഷണം ബൈബിൾ വീക്ഷണത്തിനെതിരാണ്. ആ സഭ വ്യക്തികളല്ല വിഷയം, സഭയുടെ നിലപാടാണ് വിഷയം. അത് സാർവത്രിക സഭയാണ്. നമ്മുടെ കേരളത്തിലെ യാക്കോബക്കാർ സാർവത്രിക സഭയല്ല. യാക്കോബില്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. ഇവിടുത്തെ ഓർത്തഡോക്സുകാരില്ലാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. മാർത്തോമക്കാര് കേരളത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇവിടുന്ന് ചിതറിപ്പോയവരെവിടെയും കാണുമെന്നല്ലാതെ മാർത്തോമ സഭ പേരുകളില്ല. മലയാളികൾ എവിടെയുണ്ടോ അവിടെ അവർ കാണുള്ളൂ. പെന്തിക്കോസ്, IPC ലോകത്തിൽ ഇവിടെ മലയാളിയുണ്ടോ അവിടെ അവർ കാണും. അപ്പൊ എന്നാൽ ലോക ജനതയ്ക്കകത്ത് മുഴുവൻ സ്വാധീനവും പേരുകളുമുള്ള ഒരേ ഒരു ക്രൈസ്തവ സമൂഹം കാത്തലിക് സമൂഹം മാത്രമാണ്. അവരെവിടെയുണ്ട്? നിങ്ങൾ യൂറോപ്പിൽ ചെന്നോ, അമേരിക്കയിൽ ചെന്നോ, നിങ്ങൾ ഓസ്ട്രേലിയ നാട്ടിൽ ചെന്നോ, നിങ്ങൾ എവിടെ വേണേലും ചെന്നോ, എവിടെ ചെന്നാലും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു സാർവത്രിക സഭയാണ്. അതുകൊണ്ടാണ് ഇതിനെ പെരുവെള്ളത്തിന്മീതെ എന്ന് പറയാനുള്ള കാരണം. വംശങ്ങൾ, ഭാഷകൾ. കത്തോലിക്ക സഭ ഒരു സഭയല്ല, 21 റീത്തുകളാണ് കാത്തലിക് സഭ ഉള്ളത്. സഭ രീതിക്കാരല്ല. അസീസി, ഫ്രാൻസിസ്കൻ, ഇങ്ങനെ തുടങ്ങി 21 റീത്തുകൾ അതിനകത്ത്. ലത്തീൻ റീത്തുണ്ട്, ഇവിടെ സിറിയൻ റീത്തുണ്ട്. 21 റീത്തുകളുടെ മഹാസംഗമമാണ് കാത്തലിക് ചർച്ച് എന്ന്. അസീസി അച്ഛന്മാരിടുന്ന CMI അച്ഛന്മാരിടുന്നത് അതല്ല, വേറെ ചില സമൂഹങ്ങൾ ഇടുന്നത് ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. കാത്തലിക് അതുപോലെ കന്യാസ്ത്രീകൾ നിങ്ങൾ നോക്കൂ. എല്ലാ കന്യാസ്ത്രീകളും ഒരു വേഷമല്ല. ഓരോന്നും ഓരോ പ്രത്യേകം ചില റീത്തുകളുടെ ാണ്. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ വേറെയാണ്, അതിന്റെ വിങ് വേറെയാണ്, ഒരിക്കലും ഒന്നല്ല. അത്ര വിശാല ഈ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കാര്യം അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. ലോകമെമ്പാടുമുള്ള ജനതയെ ഉൾക്കൊള്ളണമെങ്കിൽ ഒരു സഭ നയം ഏതാണ്ട് കത്തോലിക്ക സഭ നയം പോലെ ആയിരിക്കേണ്ടതാണ്. ഉപദേശമല്ലാരും പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളണം. കത്തോലിക്ക സഭ വരെ ഉൾക്കൊള്ളും, വിശാലമാണത്. ആ നയം നല്ലതാണ്. അതാണ് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടത്. ഭൂരിപക്ഷ സഭയുടെ രീതി എന്താന്ന് ചോദിച്ചാൽ, സഭ നേതൃത്വം ഒരു രീതി വെച്ചിട്ടുണ്ട്, അതിനകത്തനുസരിച്ച് പോയാൽ നിനക്ക് ഞങ്ങളുടെ സഭമാകാം. മറിച്ച് വേറൊരു രീതിയാണോ, നീ ഞങ്ങളുടെ സഭയിൽ അംഗമല്ല. അങ്ങനെ പറയുന്നവരാണ് കൂടുതൽ സഭകളും. കാരണം കേരളത്തിലുള്ള പ്രോസസ് വെച്ച് പുലർത്തുന്ന അനുഷ്ഠാന രീതികൾ നോർത്ത് ഇന്ത്യയിൽ ഒരിക്കലും അത് ഫലപ്രദമല്ല. അത് മറ്റു രാജ്യങ്ങളിൽ അല്ല, അത് കേരളത്തിലേ നടക്കൂ. എന്നാൽ കത്തോലിക്ക സഭ നിനക്ക് കേരള കൾച്ചർ നീങ്ങണോ, നിനക്ക് അങ്ങനെ നീങ്ങാം. നോർത്ത് ഇന്ത്യൻ കൾച്ചർ നിങ്ങൾക്ക് അങ്ങനെ നീങ്ങാം, നിങ്ങൾ വേറെ റീത്തായിക്കോ. ഇനി നിങ്ങൾക്ക് വേണ്ടത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ രീതിയാണോ, നിങ്ങൾ അങ്ങനെ പൊക്കോ. പക്ഷെ ഇതെല്ലാവരും ഒരു കാര്യം ചെയ്യും, പരമാധികാരം അംഗീകരിക്കും. അതാണ് അവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ യൂണിറ്റി എന്ന് പറയുന്നത്. ഈ രീതികൾ കൊണ്ട് അവർ വ്യത്യസ്തരാണ്, വേഷങ്ങൾ കൊണ്ട് വ്യത്യസ്തരാണ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ വ്യത്യസ്തമാണ്. പക്ഷെ ഇതെല്ലാം മാർപ്പാപ്പയുടെ കീഴിലാണ്, കുടക്കീഴിലാണ് എല്ലാ റീത്തുകളും. അതുകൊണ്ടാണ് ഇതിനെ സാർവത്രിക സഭ എന്ന് വിളിക്കാൻ കാരണം. മറ്റ് സഭ സ്വീകരിച്ചിട്ടില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള
സഭ നേതൃത്വമാണ് അതിൻ്റെത്. ഓക്കെ, അപ്പം ഇതെന്ന് മനസ്സിലായല്ലോ. ഞാനത് വിടുക. ഇനി രണ്ടാമത്തെ വാക്ക് 5-ാം വാക്യമാണ്. 7-ന്റെ 5-ാം വാക്യം. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെ മ്ലേച്ഛതകളുടെ മാതാവ് എന്നൊരു പേര് അവളുടെ നെറ്റിയിൽ. ഈ സ്ത്രീ ഒരു സിറ്റിയാണ്, ഈ സ്ത്രീ ഒരു സമൂഹമാണ്, ഈ സ്ത്രീ ഒരു അക്ഷരിക നഗരമാണ്. ഈ സമൂഹം എന്ന നിലയിൽ ഇവളെ വിളിക്കുന്ന പേര് വേശ്യ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് വേശ്യ? നിശ്ചയിക്കപ്പെട്ട ഉടമ്പടി ചെയ്യപ്പെട്ടമായ ഏക പുരുഷനോടുള്ള ഉടമ്പടി ലംഘിച്ച് അനേകം ജാതകളെയാണ് സമൂഹം വേശ്യ എന്ന് വിളിക്കുന്നത്. ഈ സഭ കൊണ്ടാണ് വേശ്യ എന്ന് വിളിക്കാൻ കാരണം, ഇവൾ വേശ്യമാരുടെ മാതാവാണ്. വേശ്യ മാത്രമല്ല, കാരണം ഇന്ന് ലോകത്തിലുള്ള എല്ലാ സഭയെയും ഈ ക്രിസ്തുവിൽ നിന്നും ഒരു വരെ അകറ്റിക്കളഞ്ഞതിൽ ഈ സഭ നേതൃത്വത്തിന് പങ്കുണ്ട്. എന്താ? 16-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുള്ള ക്രൈസ്തവ സഭ ഒരു നേതാവുണ്ടായിരുന്നു. AD 16-ാം നൂറ്റാണ്ട് വരെ. ആ നേതാവിന്റെ അർക്കദിയോക്കോൻ എന്നായിരുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ, തെക്കേ ഇന്ത്യയിൽ ക്രൈസ്തവരുടെ സാന്നിധ്യമുണ്ട്. ആ 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുള്ള ക്രൈസ്തവരുടെ നേതാവിന്റെ അർക്കദിയോക്കോൻ എന്നായിരുന്നു. അർക്കദിയോക്കോൻ എന്ന വാക്ക് ആർച്ച് ഡയോക്കോൺ എന്നതിന്റെ മലയാളമാണ്. ആർച്ച് ഡയോക്കോൺ എന്ന് പറഞ്ഞാൽ പ്രധാന ശുശ്രൂഷകൻ എന്നർത്ഥം. ആർച്ച് ഡയോക്കോൺ, പ്രധാന ശുശ്രൂഷകൻ, മുഖ്യ ശുശ്രൂഷകൻ. അതുവരെ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് മെത്രാപ്പോലീത്ത, പാത്രിയാർക്കന്മാരില്ല, ബാവാമാരില്ല, ഒന്നുമില്ല. സഭാചരിത്രം വളരെ വ്യക്തമായി പറഞ്ഞാൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുന്നത് വരെ, അവർ ഇന്ത്യയിൽ എത്തുന്നത് വരെ കേരളത്തിലെ ക്രൈസ്തവരുടെ നേതാവിന്റെ പേരാണ് പ്രധാന ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ആർച്ച് ഡയോക്കോൺ, അല്ലെങ്കിൽ അർക്കദിയോക്കോൻ. ഒരിക്കലും ഒരു പാത്രിയാർക്കയോ ഒരു മെത്രാപ്പോലീത്തയോ ഒരു ബാവയോ ഒന്നും കേരള ക്രൈസ്തവരുടെ നേതാവായി 16-ാം നൂറ്റാണ്ട് വരെ ഇരുന്നിട്ടില്ല. ആദ്യത്തെ അർക്കദിയോക്കോനെയാണ് 1-ാം മാർത്തോമയായി വരുമ്പോ അവരുമായി ചേരാതെ നിന്ന ആ വിഭാഗത്തിന്റെ ആദ്യത്തെ മുഖ്യ ശുശ്രൂഷകനെ 1-ാം മാർത്തോമ എന്ന പേരിൽ അവരോധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ തത്വത്തിന്റെ ഇന്നത്തെ രീതി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അത് റോമിലെ സഭയിൽ നിന്ന് കിട്ടിയതാണ്. കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പോ നിലവിലുണ്ടായിരുന്ന ലോകത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വേദപുസ്തകത്തിന് വിരുദ്ധമായ ആശയങ്ങൾ കൊടുത്തതും ക്രിസ്തു എന്ന ഏക പുരുഷനോടുള്ള ബന്ധം നശിപ്പിച്ച് മറ്റ് പലരെയും മധ്യസ്ഥരായി വെക്കാനുള്ള പ്രേരണ, ആ ആശയം അവർക്കെല്ലാം കൊടുത്തത് ഈ പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ കൊടുത്ത ആശയത്തിൽ നിന്നാണ് കേരള ക്രൈസ്തവരുടെ ഇടയിൽ മധ്യസ്ഥന്മാരുണ്ടാകുന്നത്, കേരള ക്രൈസ്തവരുടെ ഇടയിൽ പുണ്യപുരുഷന്മാരുണ്ടാകുന്നത്, പരിശുദ്ധന്മാരുണ്ടാകുന്നത്, മാതാവിനോടുള്ള പ്രാർത്ഥന ഉണ്ടാകുന്നത്. അതുവരെ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഇതെല്ലാം കിട്ടിയത് അവിടുന്ന്. ആ വേശ്യാവൃത്തി ആരാ? വേശ്യമാരെ അവളാണ് പഠിച്ചത്. അതാണ് അതിന്റെ ആശയം. എന്നാണ് ആ അർത്ഥത്തിലാണ് വേശ്യമാരുടെ മാതാവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താണ് ഈ സ്ത്രീയുടെ മൂന്നാമത്തെ പ്രത്യേകത? 17-ന്റെ 6-ാം വാക്യം. 17-ന്റെ 6-ാം വാക്യം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും
കുടിച്ച് സ്ത്രീ മത്തായിരിക്കും ഞാൻ കണ്ടു. അവളെ മതി കണ്ടിട്ട് മതി 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 ഇത്ര മതി. ഈ സ്ത്രീ എന്തൊക്കെ ചെയ്തു? വിശുദ്ധന്മാരുടെ രക്തവും ഇവള് കുടിച്ചു, യേശുവിന്റെ സാക്ഷി കുടിച്ചു. ആരാ വിശുദ്ധന്മാര്? യഹൂദന്മാർ. അവിടെ വിശുദ്ധന്മാരെന്ന് സൂചിപ്പിക്കുന്ന യഹൂദന്മാരെയാണ്. ഇനി ആരാ യേശുവിന്റെ സാക്ഷികൾ? ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും രക്തം ഈ നഗരമാണ് ഏറ്റവും കൂടുതൽ കുടിച്ചത്. അതെങ്ങനെ ശരിയാവും? ശരിയാണോ? നമുക്കറിയണമല്ലോ. ക്രിസ്തീയ സഭ ആസ്ഥാനമായി റോം മാറുന്നതിന് മുമ്പ് റോമാ നഗരത്തിൽ ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തിമാർ അനേക ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. റോമാ നഗരം ഭരിച്ചിരുന്നവർ ക്രിസ്ത്യാനി. ഈ സിറ്റി ക്രിസ്തുമതത്തിന്റെ കേന്ദ്രമാകുന്നതിന് മുമ്പ് 4-ാം നൂറ്റാണ്ട് വരെ എത്രയോ ക്രൈസ്തവരെയാണ് കൊന്നൊടുക്കി കളഞ്ഞത്. അത് റോമൻ ഭരണാധികാരികളാണ് കേട്ടോ, അവരാണ് ചെയ്തത്. ഇനി യഹൂദന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, യഹൂദന്മാരെ നാടുവിട്ടിട്ടുണ്ട്. അത് വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ക്ലൗഡിയസ് ചക്രവർത്തിയാണ് യഹൂദന്മാരെ റോമിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ യഹൂദന്മാർക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും റോമൻ സാമ്പത്തുക്കൾ, റോമൻ ഭരണാധികാരികൾ നിഷ്ഠൂരമായ ക്രൂരമായ നടപടികൾ എടുക്കുകയും അനേകരെ കൊന്നുകളയും ചെയ്തിട്ടുണ്ട് 4-ാം നൂറ്റാണ്ട് വരെ. ഇനി അപ്പൊ ചക്രവർത്തിമാരുടെ കഥ കഴിഞ്ഞപ്പോ അത് തീർന്നില്ലേ നിങ്ങൾ ചോദിക്കും. ഇല്ല ഇല്ല, 196 കൊല്ലം 8 കുരിശ് യുദ്ധങ്ങളിലൂടെ റോമാസഭ കൊന്നൊടുക്കിയത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, യഹൂദന്മാർ, ഈ 3 കൂട്ടരെയാണ്. അതിന് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. 196 കൊല്ലം എടുത്തു, 200 കൊല്ലത്തിനടുത്തെടുത്തു. എന്തിനാണ് ഇവരെ കൊന്നത്? പറയാം. സിൽവസ്റ്റർ 2-ാമൻ മാർപ്പാപ്പ, ഇന്നസെന്റ് 3-ാമൻ മാർപ്പാപ്പ, ഇന്നസെന്റ് 4-ാമൻ മാർപ്പാപ്പ, ഗ്രീഗറി 10-ാമൻ മാർപ്പാപ്പ, ഇവരുടെ കാലയളവിലാണ് ഈ കുരിശ് യുദ്ധങ്ങൾ നടന്നത്. AD ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുക. എന്തിനാണ് ഈ കുരിശ് യുദ്ധങ്ങൾ? എന്തിനാണ് നമുക്ക് കുരിശ് യുദ്ധം എന്ന് പേര് വരാൻ കാരണം? യെരൂശലേം, അതായത് യേശു കർത്താവിന്റെ ജനനം മുതൽ മരണം വരെ നടന്ന മണ്ണാണ് ഈ നഗരം, അല്ലെങ്കിൽ ആ രാജ്യം തുർക്കികൾ കൈവശപ്പെടുത്തി. ഒട്ടുമിക്ക സ്ഥലങ്ങളും തുർക്കികളുടെ കീഴിലായി. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ എന്ന് പറയുന്ന കല്ലറയുടെ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അത് ഇടിച്ച് നിരത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പണിത് കൊടുത്തു. അത് വേറെ, അവർ തന്നെ പണിത് കൊടുത്തു. എങ്കിലും ഈ നാട് മുഴുവൻ മുസ്ലിങ്ങളുടെ കസ്റ്റഡിയിലായി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെയും തുർക്കികളുടെയും ഒക്കെ കയ്യിലായി. അപ്പൊ അന്നുണ്ടായിരുന്ന സിൽവസ്റ്റർ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം, നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്ന നാട് ഇന്ന് തുർക്കികളുടെ കൈവശമാണ്, നമുക്ക് ആ നാട് തിരിച്ചു പിടിക്കണം, അത് നമ്മണ്ണാണ്, അതിന്മേൽ നമുക്കാണ് അവകാശം. പ്രഖ്യാപനം കേട്ടതോടെ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടുത്തെ ഭരണാധികാരികളുടെ സഹായത്തോടെ യോദ്ധാക്കളായ ആളുകളെ ഇസ്രായേലിലേക്ക് അയച്ചു. അവരിവിടെ വന്ന് തുർക്കി വഴിയാ. അവർ തുർക്കി ആക്രമിച്ചു, ഇസ്താംബുൾ നഗരം ആക്രമിച്ചു, അവിടെ ഉണ്ടായിരുന്ന ഹാഗിയ സോഫിയ എന്ന ഓർത്തഡോക്സ് പള്ളി ആക്രമിച്ചു. ഈ റോമൻ വാസ്തുശില്പ രീതിയിലല്ലാത്ത ക്രൈസ്തവം എന്ന് പറയുന്ന ദൈവാലയങ്ങളെയൊക്കെ ചുട്ടരിച്ചത്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ നോക്കുകയല്ല. റോമിന്റെ രീതി വേറെ, എന്നാൽ ഈസ്റ്റേൺ രീതി വേറെ.
ഇത് നമ്മുടെ ആളുകളല്ല, അദ്ദേഹം സാങ്ക്ടാ സോഫിയ അടക്കി അവിടുത്തെ കസേരയിൽ അവരെ ഒരു വേശ്യാസ്ത്രീയെ എത്തി. ഇവിടെ വന്നപ്പോന്നറിയാമോ, മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോ അന്ന് ഈ യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമൊന്നും, ഈ തുർക്കി ജനതയും യഹൂദന്മാരും തമ്മിൽ വഴക്കില്ല, അവർ സഹകരിച്ച് ജീവിക്കുക. ഈ മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോ അവരെ സംരക്ഷിക്കാൻ യഹൂദന്മാർ പോന്നു. അയ്യോ, ഞങ്ങളുടെ അയൽക്കാരെ ആക്രമിക്കരുതെന്ന് പറഞ്ഞു. നിർദ്ദയം യഹൂദന്മാരെ വല്ലാതെ ആക്രമിച്ചു. സിനഗോഗുകളിലേക്ക് യഹൂദന്മാരെ ഓടിച്ചു കയറ്റി ശബത്ത് അവർ പള്ളിക്കകത്ത് കയറിയപ്പോൾ കഥക് കുറ്റിയിട്ട് സിനഗോഗിന് തീ കൊളുത്തി. ഗോഡ്ഫ്രീ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ യഹൂദന്മാരെ അനേകരെ കൊന്നു. ക്രൈസ്തവ സമൂഹം കത്തോലിക്ക സഭയുമായി ബന്ധമില്ലാത്ത ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ കൊന്നു, മുസ്ലിങ്ങളെ കൊന്നു. 8 കുരിശുയുദ്ധങ്ങൾ കൊണ്ട് ചോരപ്പുഴകളാണ് പലസ്തീനിൽ ഒഴുകിയത്. അന്നതിൽ പങ്കെടുത്തൊരു ദൃക്സാക്ഷിയുടെ ഞങ്ങളുടെ മുട്ടുവരെ രക്തം തളം കെട്ടി നിൽക്കുകയായിരുന്നു യെരൂശലേമിൽ നിന്ന്. അത്ര ഉയരത്തിൽ രക്തം ഒഴുകി, നിർദ്ദയം കൊന്നുകൾ. അത് 4ാമത്തെ കുരിശുയുദ്ധം എന്ന് പറയുന്നത്. ആ കുരിശുയുദ്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചത് ആ കുരിശുയുദ്ധത്തിലാണ്. ഓർത്തഡോക്സുകാരുണ്ടോ? ഓർത്തഡോക്സുകാർ എന്നറിയപ്പെടുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് കേന്ദ്രങ്ങൾ, കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ വരുന്ന വഴിക്ക് കണ്ടവരെ എല്ലാം ആക്രമിച്ചു. കുരിശുയുദ്ധങ്ങൾ രക്തക്കൊതി പൂണ്ട, കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് രക്തക്കലി പൂണ്ട സഭ അന്ന് നടത്തിയ നിഷ്ഠൂരമായ കൊലകളാണ്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് കൊന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിത്രത്തിലോ സഭ ചരിത്രത്തിലോ പരിശോധിക്കാം. കുരിശുയുദ്ധങ്ങളിൽ എന്ത് നടന്നു എന്ന് പറയാം. പിന്നെ ഇതിന് ഗുണം ഉണ്ടായെന്നു വെച്ചാൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ 2001 പരസ്യമായി മാപ്പ്, ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ് കുരിശുയുദ്ധം, സഭയ്ക്ക് പറ്റിയ തെറ്റാണെന്ന് ജോൺ പോൾ രണ്ടാമൻ 2001 പരസ്യമായി ലോകത്തോട് മാപ്പ് പറഞ്ഞു. മാർട്ടിൻ ലൂഥറിനെ ഞങ്ങൾ ഉപദ്രവിച്ചത് തെറ്റായിപ്പോയി, ഗലീലിയോയ്ക്കെതിരെ ഞങ്ങളെടുത്ത നടപടികൾ തെറ്റായിപ്പോയി, കുരിശുയുദ്ധം നടത്തിയത് തെറ്റായിപ്പോയി, അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞു. ഞങ്ങളുടെ പിഴ, ഞങ്ങളുടെ പിഴ, ഞങ്ങളുടെ പിഴ എന്ന് പറഞ്ഞത് പരസ്യമായി മാപ്പ് പറഞ്ഞു. അത് വാസ്തവത്തിൽ നമുക്ക് സ്വീകാര്യമാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞത് സ്വീകാര്യമാണ്. പക്ഷേ ഇസ്ലാമിക തീവ്രവാദികൾ കുരിശുയുദ്ധങ്ങളുടെ ഫലമാണ് ഇന്ന് നടത്തുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന അവര് വിട്ടുകളയാൻ തയ്യാറല്ല. അന്ന് കുരിശുയുദ്ധമാണ് ക്രൈസ്തവ സഭ നടത്തിയതെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജിഹാദാണ്, ഞങ്ങൾ കൊല്ലും. കത്തോലിക്കരെ പിടിച്ച് നിരത്തി നിർത്തി കഴുത്തറുത്ത് കൊല്ലുക. എന്താ അവര് പറയുന്നേ? കുരിശുയുദ്ധങ്ങളിൽ ഞങ്ങളുടെ ആളുകളെ ഇതുപോലെയാണ് കൊന്നത്, അതാണ് എന്നവർ പറയുകയാണ്. അപ്പോ ക്രിസ്തീയ സഭയെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അജയം, അവരുടെ ജീവിതത്തിന്റെ എന്താ പറയുക, ക്ഷമിക്കാൻ പോലും കഴിയാത്ത കുറ്റമാണ് കുരിശുയുദ്ധങ്ങൾ. ഈ കരണത്തടിച്ച് മറ്റേത് കൂടെ കാണിക്കണമെന്ന് പഠിപ്പിച്ച നസറേയനായ യേശുവിന്റെ അനുയായികൾക്ക് ഒരു ജീവിയുടെയും രക്തം ചിന്താൻ ഈ ഭൂമിയിൽ അവകാശമില്ല. അങ്ങനെ ഇരിക്കെ ഇത്തരം ആളുകൾ അനേകരെ കൊന്നുകളഞ്ഞതിന് മാപ്പ് എന്നില്ല. വാസ്തവത്തിൽ ആ തലമുറ ഇപ്പൊ ജീവിക്കുന്നവരോടല്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് നമുക്കൊന്നും പറയാൻ നോക്കുകയില്ല. വല്യപ്പൂപ്പിന്റെ അപ്പൂപ്പൻ കുഴപ്പം കാണിച്ചെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ജനറേഷനോട് ചോദിക്കുന്ന നീതിയല്ലല്ലോ. അപ്പൊ അന്നത്തെ നിലയിൽ ആ ജനത ചെയ്തത് ഗൗരവമേറിയ കുറ്റമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ക്രിസ്ത്യാനിയുടെ മാർഗമല്ല വാൾ, ക്രിസ്ത്യാനിയുടെ മാർഗമല്ല യുദ്ധം, ക്രിസ്ത്യാനിയുടെ മാർഗമല്ല രക്തച്ചൊരിച്ചിൽ. ഒരു സംശയമില്ല. ക്രിസ്ത്യാനി എല്ലാ കാലത്തും ഉപദ്രവമേൽക്കുന്നവനാണ്, ഉപദ്രവം സഹിക്കുന്നവനാണ്. ഒരു കാലത്തും ക്രിസ്ത്യാനി ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ലെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് മറക്കരുത്. ഇനി വേറൊരു കാര്യം കേൾക്കണോ?
നമ്മുടെ പ്രസംഗരെ ചില വിശേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് നരഭോജികളെ നരസ്നേഹികളാക്കുന്ന മാർഗമാണ്, അല്ലേ? കേട്ടിട്ടില്ലേ? ഇനി നേരെ തിരിച്ചു ചെയ്യാൻ, ഈ കുരിശുദ്ധത്തിന് വന്ന ആളുകൾ എന്താ ചെയ്തെന്നറിയാമോ? ഈ കാർക്ക് ഇവിടെ വന്നപ്പോ വിശന്നു യോദ്ധാക്കൾക്ക്, അവര് ശത്രുക്കളെ കൊന്നിട്ട് ആ ശരീരം പുഴുങ്ങി തിന്ന ചരിത്ര സംഭവങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ പൊരിച്ചു തിന്ന സന്ദർഭങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ, നിരവധി കുഞ്ഞുങ്ങളെ കൊന്ന് അവരുടെ മാംസം വറുത്തും പൊരിച്ചും ഈ യോദ്ധാക്കൾ തിന്നു. വേറെ ആഹാരമില്ല കേട്ട. 2, വലിയ മനുഷ്യരുടെ മാംസം പുഴുങ്ങി ധാരം ചെയ്തേ കുരിശുദ്ധത്തിന് വന്ന ക്രൈസ്തവർ. അപ്പൊ നമ്മൾ നാളെ മുതൽ പ്രസംഗിക്കുമ്പോൾ ഓർത്തോളം, ഇത് നരഭോജിയെ നരസ്നേഹിയാക്കുന്ന മാർഗമാണെന്ന് വിളിച്ചു പറയുമ്പോൾ കുരിശുദ്ധത്തിന് കഥ മറക്കരുത്. ചെയ്തത് നമ്മളല്ലെങ്കിലും കുരിശുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ അനേകരെ കൊന്നിട്ട് തിന്നു, പുഴുങ്ങി തിന്നു, വറുത്തു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചരിത്രത്തിന് റെഫറൻസ് ചെയ്യാൻ തരാം, നോക്കണിത്. അപ്പോ ഇത് ഭൂതകാലത്ത് ചെയ്തു കൂട്ടിയ കുറ്റങ്ങളാണ്. 17:6 എന്താ വായിച്ചത്? വിശുദ്ധന്മാരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം ആ സ്ത്രീ കുടിച്ചു നിൽക്കുക. എപ്പോഴും കുടിച്ചെന്നറിയാമോ? ഇത് റോമൻ ചക്രവർത്തിമാര് ഭരിച്ചപ്പോഴും കുടിച്ചു, റോമാ സഭ ഭരിച്ചപ്പോഴും കുടിച്ചു. വാൾഡൻസുകൾ, അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്നത്. അവരൊക്കെ എത്രയോ ആളുകളെ കൊന്നുകളെന്നറിയാമോ? ഹ്യൂഗിനോട്ടുകൾ, വാൽഡൻസുകൾ, ഇങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പുകളുണ്ട്, ഉണർവ് സംഘങ്ങളാ. അവരെല്ലാം കൊന്നു. 35,000, 50,000, 60,000 ആളുകൾ കൊന്നുകളഞ്ഞു നിർദ്ദയം. ഇൻക്വിസിഷൻ പറഞ്ഞൊരു കോടതി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഉറപ്പിക്കുന്ന കാലമാ. ആ ഇൻക്വിസിഷന്റെ പ്രത്യേകത, ആരെയും വിചാരണ കൂടാതെ തടവിലാക്കാനും അനുവാദം കൊടുക്കുന്ന കോടതിയാണത് ഇൻക്വിസിഷൻ. അങ്ങനെ ചെയ്ത് എത്രയോ ആളുകളെയാണ് കൊന്നുകളഞ്ഞത്. അതിനറുതി വന്നത് ഇംഗ്ലണ്ടിൽ നവീകരണവും അവിടെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോഴാണ്. പ്രൊട്ടസ്റ്റന്റുകാർ മോശമൊന്നുമല്ല കേട്ടോ. പ്രൊട്ടസ്റ്റന്റുകാർ തിരിച്ച് അവരെയും കൊന്നിട്ടുണ്ട്. അവരും മോശമല്ല, തിരിച്ചടിച്ചിട്ടുണ്ട്. ലൂതറിന്റെ ആളുകൾ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇതിനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും രക്തം കുടിച്ച നഗരമാണ് റോം. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും രക്തം കുടിച്ച പട്ടണം. 2 കൂട്ടരാണ് രക്തം കുടിച്ചത്. ഒന്ന് റോമൻ ചക്രവർത്തിമാർ, 2 റോമിൽ അക്കാലത്ത് ഭരിച്ച യാതൊരു മാനസാന്തരവും ഇല്ലാതിരുന്ന മാർപ്പാണ് നേതൃത്വം കൊടുത്തത്. എന്നാൽ ആധുനിക കാലത്ത് അത്തരം കാര്യങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നവരല്ല സഭയുടെ തലപ്പത്തിരിക്കുന്നവർ. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ കൃത്യമായി മാപ്പ് പറയുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, അത് ഞങ്ങളുടെ പിഴ എന്ന് പറഞ്ഞ അദ്ദേഹം മാപ്പ് പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞത് 3-ാമത്തെ കാര്യം അതാണ്. 4-ാമത്തെ കാര്യം, ഈ സ്ത്രീ എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം ഉദയം ചെയ്യുമ്പോൾ ആരംഭ സമയങ്ങളിൽ എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഈ സ്ത്രീയാണ്. അതാണ് 2-ാമത്തെ ഒരു കാര്യം. അതിന്റെ 3-ാം വാക്യം വായിക്കാം. 17:3. അവൻ എന്നെ ആത്മാവിൽ ഒരു ഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ഭൂഷണനാമങ്ങൾ ചുവപ്പുള്ള ഒരു സിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. കടുഞ്ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്നു. 7 തലയും 10 കൊമ്പും ദൂഷണനാമങ്ങളുള്ളത് മൃഗത്തിന്റെ മുകളിലാ സ്ത്രീ. ഒരു മൃഗത്തിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുമ്പോ അതിന്റെ അർത്ഥം എന്നറിയാം, ആ മൃഗത്തെ അയാൾ കൺട്രോൾ ചെയ്യുന്നു. മൃഗം ആളെ കൺട്രോൾ ചെയ്യുന്നതല്ല. ഒരാൾ കുതിര ഇരിക്കുന്നു, അതിന്റെ അർത്ഥം എന്നാണ്? ആ പുറത്തിരിക്കുന്ന ആളുടെ കൺട്രോളിലാണ് ഈ കുതിര. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം രംഗപ്രവേശം ചെയ്യുമ്പോൾ ആരംഭ സമയങ്ങളിൽ ഈ നഗരാധിപനും എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന്റെ മേൽ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ്.
ആ കാലത്ത്. അന്ന് ആരായിരിക്കുന്നത് നമുക്കറിയത്തില്ല. സ്വാധീനമുണ്ടാവും. അത് മാത്രമല്ല, ഈ സ്ത്രീ ഇരിക്കുന്നത് 7 മലമേലാണ്. 9-ാം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7-ഉം സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. മതി. 3 കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീയെ കുറിച്ച് പഠിച്ചത്. 1, സ്ത്രീ പെരുവെള്ളത്തിന്മീതെ. 2, സ്ത്രീ മൃഗത്തിന്മീതെ. 3, സ്ത്രീ 7 മലമേൽ. ഇത് 3ഉം കൂടെ ചേരുന്നൊരു നഗരം ലോകത്തെങ്കിൽ ഒറ്റ നഗരമേ ഉള്ളൂ, റോമാ നഗരം മാത്രമാണ്. 7 മലമേലിരിക്കുന്ന പട്ടണം വേറെ ഉണ്ട്. പുരാതന ലവോദിക്ക 7 മലമേലായിരുന്നു. ആധുനിക കാലത്തെ സാൻ ഫ്രാൻസിസ്കോ നഗരം 7 മലമേലാണ്. ഈ റോമാ നഗരവും 7 മലമേലാണ്. അപ്പൊ ഈ 3 കാര്യവും ഒരുപോലെ ചേരുന്ന റോമയ്ക്ക് മാത്രമേ ഉള്ളൂ. സാൻ ഫ്രാൻസിസ്കോ 7 മലമേലാണെങ്കിലും അത് ലോകത്തെ എല്ലാവരുടെ മേൽ അധികാരമുള്ളതല്ല. 2 മഹാവേശി എന്ന പേരതിന് ചേരുകയല്ല. അത് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സ്ത്രീ 7 മലമേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടെങ്കിലും അത് റോമാ നഗരത്തിനാണ് ഏറ്റവും ഇണങ്ങുന്നത്. ക്യാപിറ്റോളിൻ, അങ്ങനെ എക്സ്ട്രാ പേരുള്ള 7 മലമേലുണ്ട്. ആ 7 മലമേലിരിക്കുന്ന മഹത്തായ ഒരു നഗരം തന്നെയാണ് റോമാ നഗരം. അപ്പൊ റോമൻ നഗരമാണ് ഇവിടെ പ്രധാനമായ ചിന്ത. അതറിയാൻ നിങ്ങൾ ഈ കത്തോലിക്ക പശ്ചാത്തലമുള്ളവരുടെ കയ്യില് ഈ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ എടുത്ത്, ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ഇതിന്റെ ഫുട് നോട്ട് നോക്കണം. POC ബൈബിൾ, KCBC ബൈബിൾ, കേരള കാത്തലിക് കൗൺസിൽ പുറത്തിറക്കിയ ബൈബിൾ കയ്യിലുള്ളവർ ഈ 17-ാം അധ്യായം എടുത്തിട്ട് ആ ബൈബിളിൽ അതിന്റെ ഫുട് നോട്ട് നോക്കണം. അതിന്റെ ഫുട് നോട്ടിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: ഈ സ്ത്രീ എന്ന് വിളിച്ചിരിക്കുന്ന നഗരം റോമാ നഗരത്തെ ആകുന്നു. കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൽ അതില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ അതില്ല, പക്ഷെ ബൈബിളുണ്ട്. കാരണം ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങുന്നത് റോമാ നഗരത്തിനാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ സ്ത്രീ ഒടുവിൽ എന്ത് സംഭവിക്കും? ഈ സ്ത്രീക്ക് നോക്കാം നമുക്ക്. അതതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരാം. ഒടുവിൽ ഈ സ്ത്രീക്ക് എന്ത് സംഭവിക്കും? നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയുകയും അവളെ തീ കൊണ്ട് നഗരം ചുട്ടുകളയും. ഈ റോമാ നഗരത്തിന് ഭാവിയിൽ എന്ത് സംഭവിക്കും? എതിർക്രിസ്തുവിന്റെ സൈന്യം, എതിർക്രിസ്തുവും രാജാക്കന്മാരും റോമാ നഗരത്തെ നശിപ്പിച്ചു കളയും. റോമിനോട് അവർ തെറ്റിപ്പിക്കും. റോമിനോട് ചേരാതെ ഇടയ്ക്ക് വെച്ച് അവർ തമ്മിലടിയും. റോമാ നഗരത്തെ തന്നെ നശിപ്പിക്കും. അതാണ് ഫൈനലി റോമിന് വരാൻ പോകുന്ന നാശം. ആന്റിക്രൈസ്റ്റിന്റെ ഗവൺമെന്റ് വരുമ്പോൾ ആന്റിക്രൈസ്റ്റിന്റെ ഗവൺമെന്റ് റോമാ നഗരത്തെ മുച്ചൂടും മുടിച്ചു കളയും. കാരണം അത് അവരുടെ താല്പര്യങ്ങൾക്ക് റോം എതിരായി നിൽക്കുന്നു എന്ന് തോന്നുമ്പോ അവർ റോമിനെതിരായി തീരും. അപ്പോ 7-ാം അധ്യായത്തിൽ മഹാനഗരം റോമിനാണ് ചേരുന്നത്. വ്യാഖ്യാനങ്ങൾ വേറെ നഗരത്തിന് ചേരുന്നതല്ല. വേറെ നഗരത്തിന്, ഇപ്പൊ ഉദാഹരണത്തിന് 7 മലമേലാണ് സാൻ ഫ്രാൻസിസ്കോ എന്ന കാലിഫോർണിയൻ നഗരം പണിതിരിക്കുന്നതെങ്കിലും അതൊരു തുറമുഖ നഗരമാണ്. അതിന് വിശുദ്ധന്മാരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് മത്തനായിരിക്കുന്നു എന്ന വാക്യം സാൻ ഫ്രാൻസിസ്കോയ്ക്ക് ചേരില്ല. അത് ലവോദിക്കയ്ക്ക് ചേരില്ല. ആർക്കാ ചേരുക? റോമിന് മാത്രമേ ചേരൂ. നമ്മൾ അതുകൊണ്ടാണ് റോമാണെന്ന് ചേർത്ത് പറയുന്നത്. അപ്പോ ഈ സ്ത്രീയെ സംബന്ധിച്ച് വെളിപ്പെടുത്തലിൽ പറയുന്ന വ്യാഖ്യാനങ്ങൾ, ലക്ഷണങ്ങൾ ഇന്നത്തെ റോമൻ നഗരത്തിനാണ് ഏറ്റവും ഇണങ്ങുക. എതിർ ക്രിസ്തു ഒടുവിൽ റോമാ നഗരത്തെ നശിപ്പിക്കളയും.
ഇതാണ് സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന വിഷയം. ഇനി അടുത്തത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. ഈ സ്ത്രീ ഇരിക്കുന്നത് 7 മലയാകുന്നു. 9 മുതൽ താഴോട്ട് വായിക്കാം, അതിന്റെ 10 വരെ, 9 മുതൽ 11 വരെ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരാകുന്നു. 5 പേര് ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ ഇരിക്കേണ്ടതാകുന്നു. ആയിരുന്നതും കാത്തതുമായ മൃഗം 8-ാമത്തവന് 7 വരികളുള്ള അവൻ മതി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 7 തല 7 മലയാണ്. അത് സ്ത്രീ ഇരിക്കുന്ന മലയാണ്. അത്ര പറയാണ് അവ 7 രാജാക്കന്മാരുമാകുന്നു. അപ്പൊ 7 മല എന്തിനൊക്കെയാണ് കാണിക്കുന്നത്? അക്ഷരികമായി 7 മല തന്നെ, 7 മൗണ്ടൻസ്. അതിന് വേറൊരർത്ഥമുണ്ട്. അത് 7 കിങ്ഡംസ് ആണ്. 7 രാജാക്കന്മാരെന്ന മലയാളത്തിൽ, കിങ്സ് അല്ല, 7 കിങ്ഡംസ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 രാജ്യങ്ങളാണ്. ഇത് 7 മല തന്നെയാണ്. ആത്മീക അർത്ഥത്തിൽ ഇത് 7 രാജാക്കന്മാരെ, 7 സാമ്രാജ്യങ്ങളെ കാണിക്കുകയാണ്. എന്താ 7 സാമ്രാജ്യത്തിന്റെ പ്രത്യേകത? 5 പേര് വീണു പോയി, തീർന്നു, ഇല്ല. ഒരു ഉണ്ട്, അടുത്തവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ കുറച്ചിരിക്കണം. 5 2 7 ആദ്യത്തെ നമുക്ക് നോക്കാം. 5 വീണു പോയി. ആരൊക്കെയാണ് 5 പേര്? എഴുതുന്നവർ എഴുതിക്കോണം. നശിച്ചു 5 സാമ്രാജ്യങ്ങളാണ് ഈ വീണുപോയ 5 രാജാക്കന്മാരെ. അതാരൊക്കെയാണ്? എഴുതിക്കോളൂ. 1 ഈജിപ്റ്റ്, 2 അസീറിയ, 3 ബാബിലോൺ, 4 മെദോപേർഷ്യ, 5 ഗ്രീസ്. യോഹന്നാൻ വെളിപ്പുസ്തകം എഴുതുമ്പോ ഈ 5 സാമ്രാജ്യങ്ങളും തീർന്നു. യോഹന്നാൻ എഴുതി 96-ൽ ഇരുന്നു കൊണ്ട് വെളിപ്പുസ്തകം എഴുതുമ്പോ നമ്മൾ ഈ പറഞ്ഞ 5 സാമ്രാജ്യം തകർന്നുപോയി. ഈജിപ്റ്റ് തകർന്നു, അസീറിയ തകർന്നു, ബാബിലോൺ തകർന്നു, മെദോപേർഷ്യ തകർന്നു, ഗ്രീക്ക് സാമ്രാജ്യം തകർന്നു. അടുത്ത വാചകം കണ്ടോ, ഉണ്ട്. 6-ാമത്തവൻ ആരാ? 6-ാമത്തവൻ റോമാ സാമ്രാജ്യം. ഒരുത്തനുണ്ട്, അതാണ് റോമാ സാമ്രാജ്യം, 6-ാമത്തവൻ. 7 മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. ആരെ മറ്റവൻ? അതാണ് എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം. ദ കിങ്ഡം ഓഫ് ആന്റി ക്രൈസ്റ്റ്, രാജ്യങ്ങളുടെ ഫെഡറേഷൻ. അതാണ് 7-ാമത്തവൻ. 8-ാമത്തവൻ ആരാണ്? ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആന്റി ക്രൈസ്റ്റിന്റെ രാജ്യമാണ് 8-ാമത്തവൻ. അതുകൊണ്ടാണ് പറഞ്ഞ ആകെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 8 സാമ്രാജ്യങ്ങൾ ലോകത്തെ അടങ്ങി ഭരിക്കും. 8 സാമ്രാജ്യങ്ങളും ഇസ്രായേലിനെ കീഴ്പ്പെടുത്തും. ഈജിപ്തിന് അടിമകളായിരുന്നു ഇസ്രായേൽ, അസീറിയക്ക് അടിമകളായിരുന്നു ഇസ്രായേൽ, ബാബിലോണിന് അടിമകളായിരുന്നു ഇസ്രായേൽ, മെദോപേർഷ്യക്ക് അടിമകളായിരുന്നു ഇസ്രായേൽ, ഗ്രീക്ക് സാമ്രാജ്യത്തിന് അടിമകളായിരുന്നു ഇസ്രായേൽ, റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യവും ഇസ്രായേലിന് മേലുണ്ടായിരുന്നു. ഇനി എഴുന്നേൽക്കാനിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യവും ഇസ്രായേലിന്റെ മേൽ ഭരണം നടത്തും. ഏറ്റവും കൂടുതൽ 8-ാമത്തവനായ ആന്റി ക്രൈസ്റ്റ്. ഇങ്ങനെ 8 ഭരണാധികാരികൾ, 8 സാമ്രാജ്യങ്ങൾ യഹൂദന്മാരുടെ മേൽ ഭരണം നടത്തും.
അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ എത്ര എണ്ണേ ആയിട്ടുള്ളൂ എന്നറിയാമോ? 6 എണ്ണേ ആയിട്ടുള്ളൂ. 7-മത്തവൻ വന്നിട്ടില്ല. യോഹന്നാന്റെ കാലത്തും വന്നിട്ടില്ല, നമ്മുടെ കാലത്ത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ കുറഞ്ഞു വന്നിരിക്കേണ്ടതാകുന്നു. 7 കൊല്ലം അവൻ ഇരിക്കണം. 7 കൊല്ലം അവൻ ലോകത്തെ ഭരിക്കണം. അതിൽ നിന്നാണ് എതിർ ക്രിസ്തു ഉണ്ടാകുന്നത്. ഈ 1 നിന്നാണ് എതിർ ക്രിസ്തു. അതറിയണമെങ്കിൽ ദാനിയേൽ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോ. ദാനിയേൽ 7-ാം അധ്യായം 7-ാം അധ്യായത്തിന് 24-ാം വാക്യം വായിക്കാം. ദാനിയേൽ 7:24. ഈ രാജ്യത്തുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അപ്പൊ നോക്ക്, രാജാക്കന്മാർ എഴുന്നേക്കും. അവരുടെ ശേഷം വേറൊരു എഴുന്നേക്കും. നേരത്തെയുള്ള 3 മാറ്റിക്കളഞ്ഞിച്ച് ഒരുത്തം വരും. അത് ദാനിയേൽ കാണുകയാണ്. റോമാ സാമ്രാജ്യത്തിന്റെയും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെയും തുടർച്ചയായി രാജ്യങ്ങളുടെ ഫെഡറേഷൻ വരും. ആ രാജ്യങ്ങളുടെ ഫെഡറേഷനകത്ത് നിന്ന് പുറത്തു വരുന്നയാളാണ് എതിർ ക്രിസ്തു. വെളിപ്പെടുത്തലിനനുസരിച്ച് 8 സാമ്രാജ്യങ്ങൾ യഹൂദനെതിരെ രംഗത്ത് വരും. അതിൽ 8-ാമത്തേതാണ് എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോ ആകെ 8 സാമ്രാജ്യങ്ങൾ. 8 സാമ്രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തതാണ് എതിർ ക്രിസ്തു. എന്താണ് ഈ എതിർ ക്രിസ്തുവിന്റെ? ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനെ നശിപ്പിക്കും. വായിച്ചേ, വെളിപ്പാട് 17 മടങ്ങി വരാം. വെളിപ്പാട് 17 അതിന്റെ 13-ഉം 14-ഉം വാക്യം വായിക്കാം. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർ കുഞ്ഞാടിനോട് താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെ വിളിക്കപ്പെട്ടവരുടെയും വിശ്വസ്തന്മാരായി അവരെ ജയിക്കും. വിളിക്കപ്പെട്ടവരും വിശ്വസ്തമായവരുമായി അവനെ ജയിക്കും. ആരെ? എതിർ ക്രിസ്തുവിനെ. കുഞ്ഞാട് ജയിക്കുമെന്ന്. അപ്പൊ അന്തിമ യുദ്ധത്തിൽ എതിർ ക്രിസ്തു പരാജയപ്പെടുന്ന കാര്യമാണ് അന്തിമ യുദ്ധത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ കാര്യങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 1 മഹാവേശിയെ കുറിച്ചാണ്, 2 എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇവർ തമ്മിലൊരു അലൈൻമെന്റ് ഉണ്ട്, ഒരു അലയൻസ് ഉണ്ട്. ഇവർ ഒരുമിച്ച് ചേർന്നാണ് ലോകത്തിൽ തുടക്കമിടുന്നത്. പക്ഷേ ഒടുവിൽ എതിർ ക്രിസ്തുവും ഈ സ്ത്രീയും തമ്മിൽ തെറ്റും. സ്ത്രീയെ എതിർ ക്രിസ്തു നശിപ്പിക്കും, നോന്മൂലമാക്കും. അന്തിമമായി അവൻ തന്നെയായിരിക്കും ഇവിടുത്തെ സാമ്രാജ്യാധിപൻ. അവനെ നമ്മുടെ കർത്താവും വിശുദ്ധന്മാരും എഴുന്നള്ളി വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുത്തുകയും ഗന്ധകത്തീയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. അവനെ സഹായിക്കുന്ന കള്ളപ്രവാചകനെയും എതിർ ക്രിസ്തുവിനെയും ഒരുമിച്ച് ഗന്ധകത്തീയിലേക്ക്. ഇതാണ് ഫൈനലി സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. പതിയെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ചോദിച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറ്. ഓക്കെ സാറേ, ആ 8 സാമ്രാജ്യങ്ങളുടെ പറഞ്ഞ മേരെ നെറ്റ് ക്ലിയർ നയ്യില്ലേ, മേരെ വിട്ടുവിട്ടാ കേട്ടത്. ആണോ? ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സാറേ. എഴുതിക്കോളൂ. ഈജിപ്റ്റ് 1 ഈജിപ്റ്റ്, 2 അസീറിയ,
3 ബാബിലോൺ, 4 മെദോപേർഷ്യ, 5 ഗ്രീസ്, 6 റോമ, 7 എതിർ ക്രിസ്തുവിന്റെ സാമ്രാജ്യം, 8 എതിർ ക്രിസ്തു. അങ്ങനെ 8 ഭരണകൂടങ്ങളാണ് ഇസ്രായേലിന്റെ മേൽ ആധിപത്യം ചുമത്താൻ പോകുന്ന ഭരണകൂടം. ഓക്കെ, എഴുതിയല്ലോ അല്ലേ? എഴുതി സാർ, എഴുതി സാർ. 4 നമ്പർ ഓക്കെ, എഴുതി. ഓക്കെ. ഓ, മറ്റെന്തെങ്കിലും ഉണ്ടോ?